പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നൊരു കാര്യം 100% വിശ്വസിക്കാവുന്നതാണ്. ഈ മാസത്തിൻ്റെ അവസാന നാളുകളിൽ വളരെ വലിയ ഭാഗ്യങ്ങൾ കുറച്ച് നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും വളരെ ഉന്നതിയിൽ എത്താൻ സാധിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. നമുക്ക് ഓരോ നക്ഷത്ര ജാതകരെക്കുറിച്ചും അവരെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ടൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ മാറ്റത്തിന് ചില സഹായ സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ വഴി തെളിയും. ഗുണകരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ്. മാതൃസ്വത്തിന് യോഗം. വിദ്യാഭ്യാസ വകുപ്പിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഔദ്യോഗിക മേന്മ. ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കുന്നതിനും സാധിക്കും. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രതം, ഭസ്മാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവി ലഭിക്കും. ദൂരദേശത്ത് നിന്ന് സാമ്പത്തിക സഹായ സാധ്യതകൾ. മംഗളകാര്യത്തിന് അനുകൂല സമയം. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്തും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗം ഉണ്ട്. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. പൊതുരംഗത്ത് മലക്കം മറിയുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ശുഭകാര്യ യോഗം. മത്സര രംഗത്ത് നേട്ടം. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിന് സാധ്യതകൾ കാണുന്നു. കോടതി കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം. നീണ്ടുനിന്ന പ്രണയബന്ധങ്ങൾ സഫലമാകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ജാമ്യം നിൽക്കുന്നതിന് 2 വട്ടം ആലോചിച്ചു മാത്രം ചെയ്യുക. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കും. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്ന് സന്തോഷ വാർത്തയും കേൾക്കും. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് അനുകൂല സമയം. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടാൻ സാധിക്കും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും.
മംഗള കാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നു ചേരും. അഭിഭാഷക രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിക്കും. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്ത് നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. അതുപോലെ തന്നെ കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കാനും സാധിക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലകളിൽ സ്ഥാനക്കയറ്റം, വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമേകാനും സാധിക്കും. മകയിരം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദൂരദേശത്ത് നിന്നും ശുഭവാർത്ത. കടബാധ്യത തീർക്കുന്നതിന്, കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്ത് നിന്ന് ചില അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അവസരം. സഹകരണ സ്ഥാപനത്തിൽ നിന്നും വായ്പകൾ ശരിയാകുന്നതിനുള്ള അവസരങ്ങൾ. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയം ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം എന്നിവ കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കറുകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുണർദം നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ദൂരദേശത്ത് തൊഴിൽ വാഗ്ദാനം നൽകിയിട്ടുള്ളവരിൽ നിന്ന് അവരുടെ വാക്ക് പാലിക്കുന്നതിലൂടെ ഒരു തൊഴിൽ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകളും കുറയും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യത തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി വിജയിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരം ലഭിക്കും. സിനിമാ രംഗത്ത് വഴിത്തിരിവ് ഉണ്ടാകും. പുണർദം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം, അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ്, അർച്ചന, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തരുത്. ഇവരുടെ ജീവിതത്തിൽ 100% വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ വിദൂരത്തല്ല, വളരെ അടുത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എല്ലാ നന്മകളും ലഭിക്കുന്നതായിരിക്കും. ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുന്ന കാലം എത്തിക്കഴിഞ്ഞു. പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വഴികൾ തെളിയും. ആരോഗ്യ മേഖലയിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്തും. കലാരംഗത്ത് മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കും. അന്യദേശത്ത് കർമ്മരംഗത്ത് ഗുണകരമായ ചുവടുമാറ്റം നടത്താൻ സാധിക്കും. ഔദ്യോഗിക വിഷമതകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. വിദേശത്ത് ശുഭകാര്യങ്ങളിൽ പങ്കാളിയാകും. അതുപോലെ തന്നെ ഉപരിപഠന വിജയം പ്രതീക്ഷിക്കാം. തർക്ക വിഷയങ്ങളിൽ ഒത്തുതീർപ്പാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. സന്താനങ്ങൾക്ക് ആഗ്രഹിച്ച മംഗല്യഭാഗ്യത്തിന് വഴി തെളിയുന്ന ദിവസങ്ങളാണ് വരുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് പുതിയ പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധം ആർഭാടമില്ലാതെ കല്യാണത്തിൽ കലാശിക്കും.
സന്താനത്തിന് ഇൻ്റർവ്യൂവിന് മികച്ച ജോലിക്ക് ഭാഗ്യമുണ്ട്. അതിഥി സൽക്കാരം കെങ്കേമമാകും. ഔഷധ സേവയും ആവശ്യമായിട്ട് വരും. പൂരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, ധാര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.